നമുക്ക് പറയാൻ കഴിയുമോ? എന്റെ മിടുക്ക് കൊണ്ടല്ല 2026 വരെ വന്നത്, ഒരുവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തത് കൊണ്ട്. നശിപ്പിച്ച് കളയാൻ ശത്രു പദ്ധതി ഇട്ടപ്പോഴും, തകർത്ത് കളയാൻ ശത്രു ആരവാരം മുഴക്കിയപ്പോഴും, ഒരു യോബിനെ പോലെ നമുക്ക് ചുറ്റും വെല്ലുവിളികൾ ഉയർത്തിയപ്പോഴും, യോബിനെ പോലെ ഭക്തനായതുകൊണ്ടല്ല, ഒരു നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥ അടച്ചുകൊണ്ടാ. എന്താ പറഞ്ഞത്? ഞാന് ഒന്ന് ഇളച്ച് വളമിട്ട് തടമെടുക്കട്ടെ 1 വർഷം. എനിക്ക് 1 വർഷത്തെ കാലം ഒന്ന് ബോധിച്ചു. എന്താ 1 വർഷത്തെ കാലം എന്ന് പറഞ്ഞാൽ, ഈ കാലാവസ്ഥയുടെ 4 അനുഭവങ്ങളിലൂടെ ഒന്ന് കിടക്കട്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളാണെ പറഞ്ഞാല് ഈ മഴക്കാലോടൊന്ന് നോക്കാം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറഞ്ഞേക്കാം ഈ ഡിസംബറിൽ വരെ നിൽക്കട്ടെ, ഒന്ന് പൂത്തില്ലെങ്കിൽ നമുക്ക് വെട്ടാം. എന്നാൽ ഉടയവൻ പറഞ്ഞ കേൾക്കണോ? 1 വർഷം കൂടെ നിൽക്കട്ടെന്ന്. എന്ന് പറഞ്ഞാല് മഴക്കാലവും കഴിഞ്ഞ് വേനൽക്കാലവും കഴിഞ്ഞ് വസന്തകാലവും കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ. എന്നിട്ടും കഴിച്ചില്ലെങ്കിൽ നമുക്ക് വെട്ടുന്ന കാര്യം ആലോചിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ ഞാനൊന്ന് കിളക്കട്ടെന്ന്. ഞാനതൊക്കെ അകത്ത് വിശദീകരിക്കേണ്ട ദൂതായിരുന്നു. കൂടുതൽ വിവേചനത്തിലേക്ക് കടക്കുന്നില്ല. എന്തിനാ ഈ കിളക്കുന്നറിയാമോ? നല്ല തെങ്ങുകൃഷിക്കാരെ ഉപയോഗിച്ച് അവര് പറഞ്ഞു തരും. അല്ലെങ്കിൽ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നല്ല മാവ്, ഓറഞ്ച്, ചെറുനാരകം പോലുള്ള കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും. എന്തിനാ കിളക്കുന്നറിയാമോ? ഈ മേളിലുള്ള പറ്റുപേരുണ്ടല്ലോ, ഒരിറ്റ് വെള്ളം താഴോട്ട് പോകത്തില്ല, ഒരിറ്റ് വളം താഴോട്ട് പോകത്തില്ല. ഈ പറ്റുപേരിങ്ങനെ നിൽക്കുക, അതിനെ ഇങ്ങനെ ഒന്ന് കിളച്ച് മറിക്കുന്നു. എന്ന് പറഞ്ഞാൽ എത്ര വചനം കേട്ടാലും ഒരു മടങ്ങി വരവില്ലാതെ, എത്ര യോഗത്തിൽ പോയാലും ഒരു ഫലം കഴിക്കാൻ കഴിയാതെ, എത്ര വർഷത്തെ പഴക്കം പറഞ്ഞാലും ഒരു പുത്തൻ അനുഭവം ഇല്ലാതെ വീണ്ടും അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഉടയവൻ പറയുക, ഞാൻ ഒന്നുകൂടെ ഒന്ന് കിടക്കട്ടെ, ഒന്നുകൂടെ ഞാനൊന്ന് കിടക്കട്ടെ. അവന്റെ ലോകത്തോടുള്ള പറ്റുപേരുകൾ, ഈ ലോകമാനത്തോടുള്ള പറ്റുപേരുകൾ ഞാനൊന്ന് കിടച്ചു മാറ്റട്ടെ. അവൻ ഇപ്പോഴെങ്കിലും ഒരു ഫലം കഴിക്കും. ലോകത്തോടുള്ള പറ്റുപേരുകൾ, ആ ലോകത്തോടുള്ള പറ്റുപേരുകൾ, ഭൗതികതയോടുള്ള പറ്റുപേരുകൾ, ബന്ധങ്ങളോടുള്ള പറ്റുപേരുകൾ, ആ പറ്റുമാനങ്ങളില അവൻ നിൽക്കുന്നതെന്നൊരു തോന്നലുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, 10 പേരിലല്ല നിൽക്കുന്നത്, 10 പേരിലല്ല നിൽക്കുന്നത്, നീ തായ് പേരിലാണ് നിൽക്കുന്നേ. ആ പേര് നിന്നെ ചുമക്കുന്ന, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ആ പേര് നിന്നെ ചുമക്കുന്നേ. നീ പറയുന്ന ബന്ധങ്ങളിലല്ല, നീ പറയുന്ന ആ സുഹൃത്തുക്കളിലല്ല, നീ പറയുന്ന നിന്റെ സംവിധാനങ്ങളിലല്ല നീ നിലനിൽക്കുന്നത്. ദൈവം നിറത്തുന്നത് കൊണ്ടാണ് ഇരിക്കുന്നത്. എന്താ തെളിവ്? ഒറ്റ തെളിവ് പറയാ. എത്ര ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും 1 സെക്കൻഡ് മതി ഒരു റൂമിലോട്ട് ഒതുങ്ങാൻ. മനസ്സിലാകുന്നുണ്ടോ? എത്ര വില കൂടിയ വാഹനങ്ങൾ കാർ പോർച്ചിലുണ്ടെങ്കിലും 1 സെക്കൻഡ് മതി വീൽ ചെയറിലേക്ക് മനുഷ്യൻ വീഴാൻ. എത്ര പട്ടുവസ്ത്രങ്ങൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു നീല തുടിക്കകത്ത് കയറാൻ അധിക സമയമൊന്നും വേണ്ട. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞ ലോകം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഞാൻ നിങ്ങളും വഴിയാത്രക്കാരാ. അങ്ങനെ നിങ്ങൾ തിരിച്ചറിയാം, നാം കാണുന്ന ഈ 10 പേരിലല്ല നാം നിൽക്കുന്നത്, നാം കാണുന്ന ബന്ധങ്ങളിലല്ല, നാം ആശ്രയിക്കുന്ന ആ ധനാഗമന മാർഗങ്ങളിലോ, നാം ആശ്രയിക്കുന്ന നമ്മുടെ വില കൂടിയ വാഹനങ്ങളോ, വില കൂടിയ വീടുകളോ, വില കൂടിയ ബന്ധങ്ങളോ ഈ ലോകപ്രകാരമുള്ള പറ്റുപേരിലൊന്നുമല്ല. നാം ആശ്രയിക്കുന്നതും നമ്മെ നിലനിർത്തുന്നതും തഞ്ചേരില്ല. ആ ഉയരെന്ന് പറയുന്നത് നമ്മെ ചേർത്ത് നടത്തിയിരിക്കുന്ന ക്രിസ്തുവിനോട് ചേർത്ത് കാട്ടൊലിവായി നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് പണിതെടുത്ത് ആ ഭഗവത്തിന്റെ 11 ഭാഷയിൽ പറഞ്ഞ് നീ വേദനയല്ല നിന്നെ അത്രേ ചുമക്കുന്നത്. അത്രയും പറഞ്ഞ ഭാഗം വിടുകയാണ്.